DPI ജംഗ്ഷനിലെ അക്വേറിയം വിൽക്കുന്ന കടയ്ക്കാണ് തീപിടിച്ചത്. തീ സമീപത്തെ 3 വീടുകളിലേക്കും പടർന്നു. വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അമൽനാഥ് നൽകും. അമൽ, എങ്ങനെയാണ് തീപിടിച്ചത് എന്ന് വ്യക്തമായിട്ടുണ്ടോ? ഇപ്പോൾ പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാണോ? അമൽ, കേൾക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഫിജി, ഇപ്പോൾ ഇവിടെ തീ പൂർണ്ണമായും നിയന്ത്രിക്കാൻ സാധിച്ചു എന്ന് പറയാൻ വേണ്ടി സാധിക്കും. ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ശക്തമായ ഒരു തീപിടുത്തത്തെ ഫയർഫോഴ്സിന് നിയന്ത്രണത്തിലാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അക്വേറിയത്തിനായിരുന്നു തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അക്വേറിയത്തിന്റെ ഓരോ ഭാഗങ്ങളെ പൊളിച്ചു നീക്കിക്കൊണ്ട് അതിനകത്തേക്ക് ഇനിയും തീ കത്തുന്നുണ്ടോ, അതായത് പാർക്കുണ്ടോ എന്നൊക്കെ നോക്കി അത് അണച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. മതിലുകൾ, അതായത് അക്വേറിയത്തിന് ചുറ്റുമതിൽ പൊളിച്ചു നീക്കിയിട്ടുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സ്. അവിടെയുള്ള ഓരോ ഭാഗങ്ങളായി നീക്കിക്കൊണ്ട് അവിടെ തീ കത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളുണ്ടെങ്കിൽ അത് വെള്ളം ഒഴിച്ച് അണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇവിടെ ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്താൻ വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം ഈ അക്വേറിയം നിൽക്കുന്ന ആ ഒരു ബിൽഡിങ്ങിന് ചുറ്റുമായി ചെറിയൊരു സ്പേസ് മാത്രമേ ഇവിടെയുള്ളൂ. ആദ്യം ഇവിടെ ഫയർഫോഴ്സ് എത്തിയതിനു ശേഷം ഒരു 3/4 മണിക്കൂർ വൈകിയായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നത്. അതിന്റെ പ്രധാന കാരണം ഫയർഫോഴ്സിന്റെ ആ വാഹനത്തിന് ഇവിടേക്ക് കടന്നു വരാനുള്ള ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. ഒരു ഇരുചക്ര വാഹനങ്ങൾക്ക് മാത്രം കടന്നു വരാനുള്ള ഒരു സൗകര്യം മാത്രമേ ഈ കെട്ടിടത്തിനടുത്തേക്ക് ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും ഇപ്പോൾ 4 യൂണിറ്റ് ഫയർഫോഴ്സ് ആയിരുന്നു ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തന്നെ പറയണമെങ്കിലും ഒരു പ്രതിസന്ധി ഘട്ടം തന്നെ ഇവിടെ എന്ന് പറയണം. അതായത് പലയിടങ്ങളിലും പലയിടങ്ങളിലും തീ വീണ്ടും കത്തി തുടങ്ങിയിട്ടുണ്ട്. അത് വീണ്ടും അണച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പുക തന്നെയാണ് ഇപ്പോൾ അന്തരീക്ഷത്തിൽ മൊത്തമുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ വെൽഡിംഗ് വർക്ക് നടക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിലുണ്ടായ സ്പാർക്കാണ് ഇങ്ങനെ തീ ആളിക്കത്താൻ കാരണമായത്. ഈ സമയം ഏകദേശം 6ഓളം തൊഴിലാളികളാണ് ഈ കെട്ടിടത്തിന് അകത്തുണ്ടായിട്ടുണ്ടായിരുന്നത്. അവർ ആദ്യം തീ അണക്കാൻ ശ്രമിച്ചെങ്കിലും അവർക്ക് അതിന് സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു. അതിനാൽ തന്നെ അവർ രക്ഷ തേടുകയായിരുന്നു. ഒരുപക്ഷെ അവർ അവിടെ നിന്ന് ആ തീ അണക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അപായമുണ്ടാകാനുള്ള ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. എങ്കിലും ഫയർഫോഴ്സ് എത്തുന്ന ആ ഒരു സമയത്ത് വരെ അവിടെ 3 തൊഴിലാളികൾ അതിനകത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഒക്കെ എത്തി ചുറ്റും അതിലൊക്കെ പൊളിച്ചായിരുന്നു അവരെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണെന്ന് തന്നെ പറയണം. ഇതിന്റെ ഈ കെട്ടിടത്തിന്റെ ഉടമയെ ഇപ്പോൾ കാണാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് പെട്ടെന്നുണ്ടായ ഒരു ഇതായിരുന്നു. അതായത് പ്രതീക്ഷിക്കാതെ ആയിരുന്നു, പെട്ടെന്ന് തീ ആളിക്കത്തുകയായിരുന്നു. ഞങ്ങൾ അത് അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചെങ്കിലും അതിന് സാധിച്ചിരുന്നില്ല. ഇപ്പോൾ ഇതിന്റെ ഭാഗമായി ഇവിടെ ആന്റണി രാജുവും മറ്റ് ഉദ്യോഗസ്ഥരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ അതിന്റെ നാശനഷ്ടങ്ങളെ കുറിച്ചൊന്നും ഒരു കണക്ക് ശരി അമൽ.